ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ഷോർട്സ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ ആഗ്രഹിച്ച് ലാസ്റ്റ് കുറേ സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റി ഗൈസ്. ഞങ്ങൾ അപ്പോൾ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഞാനും കുഞ്ഞും മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ കാൽ തൊട്ടിരിക്കുമല്ലോ. അങ്ങനെ അച്ഛനും അമ്മയും കാൽ തൊട്ടില്ല ലീലമ്മ ഇല്ല പറഞ്ഞിട്ടോ. തൊട്ടിരിക്കുന്നില്ല മാമ ഓട്ടോ തന്നെട്ടോ വണ്ടിയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞങ്ങൾ ഒരു ചായയും ബ്രെഡ് പോക്കറ്റ് വെച്ചിട്ടോ. ഞാൻ ചാടിച്ചില്ല, ഞാൻ ഒരു ജ്യൂസായിട്ട് ഓടിച്ച ബട്ടറിൻ്റെ. അത് കഴിഞ്ഞേരെ ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തി. എല്ലാവരും ചേച്ചപ്പ പറഞ്ഞു എന്തേ ഞാൻ കുഞ്ഞു ഒറ്റയ്ക്ക് ഉള്ളിൽ ഗൈസ്. ലഗേജ് വലിയൊരു പെട്ടിയും പിന്നെ ഒരു ട്രോളിയും, ചെറിയ ട്രോളിയും, പിന്നെ ഒരു ബാഗും, പിന്നെ ഒരു സൈഡ് ബാഗ് ഇട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടി ആയത് കാരണം നാമീന ഒരു ട്രോളീൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒന്നിക്കൊണ്ടൊന്നും വണ്ടി അതിൻ്റെ പോക്കറ്റിലിട്ടായിരുന്നിട്ട് പകുതി എത്തി. ഇമിഗ്രേഷൻ അടിച്ച സമയത്ത് അവൾക്ക് താഴെ ഇറങ്ങണം ഓടി കളിക്കാൻ. അങ്ങനെ അവളെ കുറിച്ച് താഴെ ഇറക്കി. അത് കഴിഞ്ഞേരെ ബോർഡിംഗ് പാസ് എത്തി. ബോർഡിംഗ് പാസ് എത്തുമ്പോൾ ഞങ്ങൾ വരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ചേട്ടൻ സെയിം ഫ്ലൈറ്റ് ആയിരുന്നിട്ടാ, കോഴിക്കോട് ടു ജിദ്ദ. അപ്പോൾ ഞങ്ങൾ ആയിട്ടാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടോ. ട്രോളി ഉണ്ടാകും ഇവിടെ നിലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല, ആ വണ്ടിയിൽ ഇരിക്കുന്നില്ല, നിലത്തും നടക്കുന്നില്ല. ഞാൻ എടുക്കണം തന്നെ. അപ്പോൾ ആ ചേട്ടൻ ട്രോളി പിടിച്ച് ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പോൾ അതേ നാമീൻ്റെ കുഞ്ഞി കാലുകൾ ഫ്ലൈറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്, അതും ഒരു വയസ്സിൽ. സോ ഐ ആം സോ എക്സൈറ്റഡ്. ഷി ഓൾസോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ഫ്ലൈറ്റ് ആട്ടോ, കോഴിക്കോട് ടു ജിദ്ദ. ശരിക്കും അപ്പോട്ടൻ യാമ്പൂലുള്ളത്, പക്ഷേ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ജിദ്ദയിലേക്കാട്ടോ എടുത്തത് ഫ്ലൈറ്റ്. അവിടുന്ന് പിന്നെ അപ്പോട്ടൻ വണ്ടി വിളിച്ച് വരും, കാറായിട്ട് വരും. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് കയറിട്ടോ. അവൾ ടേക്ക് ഓഫിൻ്റെ ടൈമിൽ തന്നെ അവൾ ഉറങ്ങിട്ടോ, കാരണം ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാമിയാണ് എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓടി ചാടി മറിഞ്ഞ് കളിക്കിനി. ഒറ്റക്കാണല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആരും പിടിച്ച് കാണുന്നില്ലല്ലോ. അപ്പോൾ നല്ല ഓട്ടക്കളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, അങ്ങനെ കുറേ ഓടി ക്ഷീണിച്ചിട്ട് ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ പാല് കുടിച്ച് അവൾ ഉറങ്ങി. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ ടൈമിൽ തന്നെ അവൾ നല്ല ഉറക്കായി. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തെ അടുത്ത് പോവാണ് ഗൈസ്. വിസിറ്റിംഗ് വിസ കേട്ടോ പോകുന്നത്. ആരും ഞങ്ങളെ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം ഇനി സൗദി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ അത് എല്ലാവരും പോലെ തന്നെ ഞാനും താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ആകാശം എയറോപ്ലെയിൻ ഇങ്ങനെ ലൈറ്റ് മിനി പോയില്ലേ, ആ ലൈറ്റാണ് ഗൈസ്. ഈ ലൈറ്റ് നണ്ടില്ലേ വൈറ്റ് പെട്ടു. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫ്ലൈറ്റിൽ. നമ്മൾ വന്നിട്ട് ഇൻഡിഗോ എയർലൈൻ ചെയ്യുന്നിട്ടാ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വൈകിട്ട് 6:50 എടുത്തിട്ട് രാത്രി നൈറ്റ് അവിടുത്തെ ടൈം 10:30 ആകുമ്പോൾ 10:50 ആകുമ്പോൾ നമ്മൾ എത്തിയിട്ടും അവർ ഇരിക്കുകയാണ് ടൈം. ഫ്ലൈറ്റിൽ നമ്മൾ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡില്ലാത്ത ടിക്കറ്റ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഞങ്ങൾ നാമിക്ക് ഫ്ലൈറ്റ് ഫുഡൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് അങ്കറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർക്ക് കഴിഞ്ഞതിന് ശേഷം അവൾ അങ്കറി കുടിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് ഓരോ സീരീസ് ആയിട്ട് മീൻസ് ഓരോ ഡെയിലി ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഫുൾ കമ്മിറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയാം, എന്നാലും ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.